കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. 4x+5 37 9x+4. ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളായാൽ എക്സിൻ്റെ വില കാണാനാണ് പറയുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എയും ബിയും സിയും ഒരു സമാന്തര ശ്രേണിയുടെ തുടർച്ചയായ 3 പദങ്ങളാകണമെങ്കിൽ ദർ ഈസ് എ കണ്ടീഷൻ. ആ കണ്ടീഷൻ എന്താ? ബി എന്ന് പറയുന്ന മധ്യപദം എല്ലായ്പ്പോഴും എയും സിയെയും കൂട്ടി 2 കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാകണം. ഓക്കെ ആണോ? മിഡിൽ ടൈം എന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറവും ഇപ്പുറവും കിടക്കുന്നവരെ കൂട്ടി 2 കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാകണം. ഈ ലോജിക്ക് ഇവിടെ യൂസ് ചെയ്താലോ? ഇവിടുത്തെ മിഡിൽ ടൈം എത്ര? 37. അപ്പം 37 എന്ന് പറയുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന 4x+5 റൈറ്റ് സൈഡിൽ കിടക്കുന്ന 9x+4 കൂട്ടി 2 കൊണ്ട് ഹരിക്കുന്നതിന് തുല്യമാകണം. നമ്മളിപ്പം പറഞ്ഞതേ ഉള്ളൂ ബി എന്ന് പറയുന്നത് a+c/2. അതേ രീതിയിൽ എഴുതി വെച്ചതേ ഉള്ളൂ. ഇനി എങ്ങനെയുണ്ട് കുട്ടികളെ? ഈ 37ലേക്ക് 2നെ അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യരുത്. ഈ 2 ഇങ്ങോട്ട് അങ്ങ് കയറത്തില്ലേ? അപ്പം ഞാൻ എഴുതിക്കോട്ടെ. 37 × 2 74 എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ കാൽക്കുലേഷൻ പറഞ്ഞേ. 4x-ഉം 9x-ഉം കൂട്ടിയാൽ 13x. ഇനി സംഖ്യകൾ കൂട്ട്. 5ഉം 4ഉം 9. ഓക്കെ ആണോ? അങ്ങനെങ്കിൽ എക്സിൻ്റെ ടൈംസ് എല്ലാം ഒരു സൈഡിൽ കിടക്കട്ടെ. സംഖ്യകളെല്ലാം ഞാൻ ഒരുമിപ്പിക്കാൻ കൊണ്ടുപോവാം. വലതുവശത്ത് 9 ഇവിടെ എത്തുമ്പോൾ -9 വലതുവശത്ത് 6 മാത്രം 13x. 74ൽ നിന്ന് 9 പോയാൽ 65. 65ൻ്റെ വില 13x എന്ന് മനസ്സിലാക്കാൻ നമുക്ക് എക്സിൻ്റെ വില എത്ര എന്ന് അറിയണ്ടേ? 65/13. എക്സിൻ്റെ വില ഈ ചോദ്യത്തിൽ എത്ര എന്ന് ചോദിച്ചാൽ 5 ആണ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു.